ഈ നഗരസഭയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ UDF ഭരിക്കുന്ന സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ നേട്ടങ്ങളും മറ്റു കോട്ടങ്ങളും, സ്വാഭാവികമായിട്ട് LDF ഭരിക്കുന്ന സ്ഥലത്തെ കോട്ടങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ആ രീതിയിലുള്ള ഒരു പ്രചരണത്തിനാണ് ഫോക്കസ് നൽകിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് തികച്ചും അനുകൂലമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സർക്കാരിൻ്റെ പല നടപടികളും വളരെയധികം വിമർശന വിധേയമായിട്ടുണ്ട്. അപ്പോൾ അവസാനമായി നമ്മുടെ നഗരത്തിൽ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു രോഗിയുടെ മരണവും ഇന്നലെ അവിടെ പ്രസവത്തിന് പോയ SIT ഹോസ്പിറ്റലുണ്ടായ സംഭവങ്ങളൊക്കെ അവസാനത്തെ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ഓരോ രംഗത്തെയും പരാജയങ്ങൾ, അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡിയുടെ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ തവണ UDF മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കുമ്പോൾ 2015-ലും 2020-ലും ഉണ്ടായ തിരിച്ചടികൾ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തവണ നേരത്തെ തന്നെ ഞങ്ങൾ തയ്യാറെടുപ്പായിട്ട് രംഗത്ത് വന്നത്.